എൻ്റെ പേര് ആതിര. ഞാൻ അടൂരിൽ നിന്ന് വരുന്നു. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു നടുവേദന വന്നു. ഞാൻ വീണ് നടുവേദന ആയതായിരുന്നു. ഒത്തിരി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും എനിക്കൊരു മാറ്റവും ഇല്ലായിരുന്നു. അന്ന് ഞാൻ ഒത്തിരി വിഷമിച്ചായിരുന്നു. എനിക്ക് ഒന്ന് ഇരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലായിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നിനക്കൊരു തൈലം പുരട്ടി തരാം എന്ന് പറഞ്ഞു. എനിക്കത് എന്ത് തൈലമാണെന്നോ ഒന്നും അറിയില്ല. അവൾ പുരട്ടി തന്നു. ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ ഫ്രണ്ട്സിന് തന്നെ അത് അതിശയമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടോട് ചോദിച്ചു, നീ അത് എന്ത് തൈലമാണ് പുരട്ടിയെന്ന്. അപ്പോഴാണ് അവൾ എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു പള്ളി ഉണ്ടെന്നും കൃപാസന അമ്മയും ഇവിടുത്തെ തൈലത്തെ പറ്റി പറയുന്നത്. അന്ന് തൊട്ട് എനിക്ക് വിശ്വാസം ആയതാണ് അമ്മയുടെ അടുത്ത്. അന്ന് പിന്നെ ലീവിന് വീട്ടിൽ വന്ന സമയത്ത് ഞാനിവിടെ വരികയും അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അമ്മയെ അറിയുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം മാറ്റി തന്നു അമ്മ. പിന്നെ 2023 എൻ്റെ കൈക്കൊരു വേദന വന്നായിരുന്നു. അത് എൻ്റെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്തായിരുന്നു. നാളെ പ്രാക്ടിക്കൽ എക്സാം ആണെങ്കിൽ തലേന്നാണ് എനിക്ക് ആ വേദന വന്നത്. എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ കുഞ്ഞിലേ തൊട്ട് ഞാൻ ഒരു ഹിന്ദുവാണ്. പക്ഷെ ഞാൻ കുഞ്ഞിലേ തൊട്ട് കൊന്ത ചൊല്ലുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ കൈക്ക് വേദന വന്ന സമയത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് 3 ദിവസം അടുപ്പിച്ചാണ് പ്രാക്ടിക്കൽ എക്സാം. ആ എക്സാം എഴുതി കഴിഞ്ഞ് എനിക്ക് വേദന വന്നോട്ടെ, എൻ്റെ വേദന ഒന്ന് മാറ്റിത്തരുമോന്ന്. അങ്ങനെ ഇരുന്ന് ഞാൻ അവിടെ ഇരുന്ന് എന്നെ പഠിച്ചു. എനിക്കറിയില്ല വേദന എങ്ങനെ പോയെന്ന്. ആ 3 എക്സാമും എഴുതി കഴിഞ്ഞ് 3ാമത്തെ എക്സാം തീർന്നേറ്റന്ന് വൈകിട്ട് എനിക്ക് വീണ്ടും വേദന വന്നു. ഞാൻ മറന്നു പോയായിരുന്നു ശരിക്കും. പിന്നെ ഞാൻ ഓർത്തു, ശരിയാ ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ എൻ്റെ വേദന ഒന്ന് മാറ്റിത്താ, ഞാൻ എക്സാം കഴിഞ്ഞിട്ട് വേദന വന്നോട്ടെ, ഞാൻ അതിനുള്ളത് ചെയ്തോളാം എന്ന് പറഞ്ഞു. ആ വേദന വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ കയ്യിലെന്തോ കടിച്ച് കൈ വിഷമായതാണ്. കൈയുടെ റിസ്റ്റ് തൊട്ട് എൽബോ വരെ എനിക്ക് നീര് വെച്ച് പാരലൈസ്ഡ് വരെ ആവണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, എൻ്റെ അമ്മ കാത്തതുകൊണ്ട് മാത്രമാണ് ആ 3 എക്സാമും പ്രാക്ടിക്കൽ എക്സാമും എനിക്കൊരു വേദനയില്ലാതെ ചെയ്യാൻ പറ്റിയത്. ഭാഗ്യമെന്ന് പറയട്ടെ, എത്രയും വേഗം തന്നെ അത് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. ഒരു സൗഖ്യം എനിക്ക് വീണ്ടും തന്നു. അങ്ങനെ 2024 ജനുവരി 1 വന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് ഞങ്ങൾക്ക് ഫൈനൽ ഇയറിൻ്റെ എക്സാം പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സിന് സപ്ലി ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ഞങ്ങൾ 50 പേരാണ് ബാച്ചിൽ, 50 പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ട് വന്നപ്പം ഞങ്ങളുടെ കോളേജിൽ പോലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. 100% മാർക്കോടെ ഞങ്ങൾ 50 പേരും പാസ്സായി. അതിന് അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഫ്രഷേഴ്സ് ആയതുകൊണ്ട് എങ്ങും എടുക്കുന്നില്ലായിരുന്നു ഹോസ്പിറ്റൽസിലൊന്നും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴെല്ലാം ട്രെയിനിയാണ്, വിളിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുവാണ്. അത് വീണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും മാനസികമായിട്ട് അതൊരു വിഷമമായിരുന്നു. കാരണം ഓൾറെഡി ഞങ്ങൾക്ക് കൊറോണ ആയതുകൊണ്ട് 4 വർഷത്തെ കോഴ്സ് 5 വർഷം കൊണ്ടാണ് ഞങ്ങൾ അത് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ വീണ്ടും ഞങ്ങളിങ്ങനെ ഡിലേ ആവുന്നതുകൊണ്ട് എല്ലാവർക്കും വിഷമമായിരുന്നു. പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, നാട്ടിൽ തന്നെ കയറണമെന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എങ്ങൊന്നും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, വിളിക്കാം എന്ന് പറയുന്നതല്ലാതെ എങ്ങൊന്നും വിളിക്കുന്നില്ലായിരുന്നു. ഞാനങ്ങനെ ഫെബ്രുവരി വന്ന് വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കി അമ്മയോട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും കഴിഞ്ഞ മാർച്ച് 15 ജോയിൻ ചെയ്യാൻ പറയുകയും ചെയ്തു. പഠിച്ചതിൻ്റെയൊക്കെ കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് ഒരു സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കമ്മ അതിൽ നിന്ന് ഒരു 500 രൂപ കൂടുതൽ ആയിട്ടുള്ള സാലറിയോടെ തന്നെ എനിക്ക് ജോലിയും തന്നു. അതുപോലെ തന്നെ ഞാൻ വയ്യാതെയൊക്കെ ഇരിക്കുന്ന അടുത്ത് അറിയാവുന്ന ഒരു അങ്കിളുണ്ടായിരുന്നു. അങ്കിളിന് ക്യാൻസർ ആയിരുന്നു. അങ്കിളിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ശേഷം അങ്കിളിൻ്റെ അടുത്ത് പോയി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്കിളിന് സൗഖ്യം ആയിട്ടുണ്ട്. അവരിവിടെ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട്, കുടുംബസമേതം വന്നിട്ടുണ്ട്.
പിന്നീട് എനിക്ക് ഉറപ്പുണ്ട് ഞാനായിട്ട് അമ്മയുടെ അടുത്തോട്ട് പോയതല്ല, അമ്മയായിട്ട് എൻ്റെ അടുത്തോട്ട് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ നടുവേദന മാറ്റി തന്നത് പിന്നെ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്ത് പറഞ്ഞാലും ഇച്ചിരി ലേറ്റ് ആയാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അത് തരുമെന്നും മനസ്സിലായി. പിന്നെ ചെയ്തുള്ള കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനും അമ്മയും ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ, ഗവൺമെൻറ് ആശുപത്രി ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് അവരോട് കുറച്ച് നേരം സംസാരിച്ച് പത്രം കൊടുക്കും. അതുപോലെ തന്നെ ഫുഡ് പൊതിച്ചോറ് പ്രിപ്പയർ ചെയ്തിട്ട് അമ്മയുടെ മുന്നിൽ ആദ്യം വെച്ച് പ്രാർത്ഥിക്കും, ഇത് അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കാൻ സാധിക്കണേ എന്ന്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരും, അങ്ങനെ കൊടുക്കും. പിന്നെ പേഴ്സണൽ പ്രെയറിൻ്റെ കാര്യം കൊച്ചിലെ തൊട്ട് ഞാൻ കൊന്ത ചൊല്ലുന്ന ആളാണ്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ബൈബിള് വായന, പിന്നെ അതുപോലെ തന്നെ ഏഷ്യ 45:2-3, അതുപോലെ തന്നെ സങ്കീർത്തനം 91, ഈ രണ്ടും എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിനോട് ഭയങ്കരമായിട്ട് അടുത്തിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. എനിക്കെന്തൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യും. എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോയാലും ഞാനത് വായിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയപ്പയ്ക്കും ഒരുപാട് നന്ദി. വീണ്ടും ഇവിടെ സാക്ഷ്യം പറയാൻ വരാൻ അനുഗ്രഹം. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1:37 നാം വായിക്കുന്ന തിരുവചനങ്ങൾ, ആതിര അനിലിന് തൻ്റെ ജീവിതത്തിൽ താനൊരു ട്രെയിനി മാത്രമായിട്ട് തന്നെ കരുതി, അതായത് തൻ്റെ ബാച്ചിൽ മൊത്തം പേരെ അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഈ മകൾക്ക് ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് തൻ്റെ 50 പേര് തങ്ങളുടെ കോളേജിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിജയം ആ ബാച്ചിന് തന്നെ കിട്ടുന്നത്. അങ്ങനെ പിന്നീട് തനിക്ക് നല്ല ഒരു ജോലി ലഭിക്കുന്നതും, അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ജോലിയിലും അതുപോലെ തൻ്റെ സൗഖ്യ അനുഭവങ്ങൾ, തന്നിലൂടെ താൻ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർക്ക് കിട്ടിയ സൗഖ്യ അനുഭവങ്ങൾ, താൻ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത നേർച്ച വസ്തുക്കൾ, ആ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ആ ഭക്ഷണത്തിലൊക്കെ അതെല്ലാം ഉൾപ്പെടുത്തി മറ്റുള്ളവർക്ക്, അർഹതപ്പെട്ടവർക്ക് ഇത് ലഭിക്കണം എന്നുള്ള ആ ഒരു തീഷ്ണതയോടെ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. തൻ്റെ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുടുംബം ഇന്ന് വളരെ തീഷ്ണതയോടെ, വളരെ ദൈവസ്നേഹത്തോടെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ പൂർണ്ണമായി തങ്ങളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നും തൻ്റെ പ്രാർത്ഥനാ ജീവിതം, പേഴ്സണൽ പ്രെയറിനൊക്കെ താൻ എടുക്കുന്ന സമയം, അതൊക്കെ ഈ മകളിവിടെ പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. അത് ഈ മകൾ അനുഭവിച്ചറിഞ്ഞു. തൻ്റെ കൈ അതൊരു ഏതോ വിഷം തൻ്റെ കയ്യിൽ വിഷകാരണമായ എന്തോ കടിക്കുകയും അതുമൂലം തൻ്റെ പ്രാക്ടിക്കൽ എക്സാമൊക്കെ ഡിലേ ആകേണ്ട ഒരു അവസരത്തിൽ താൻ ഉടമ്പടി എടുത്തിട്ടില്ല. എന്നാൽ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തനിക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നത്, അങ്ങനെ തൻ്റെ കൈ അത് പാരലൈസ്ഡ് ആകാൻ പോലും കാരണമായിരുന്നു എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ ഉചിതമായ സമയത്ത് തനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ദൈവ സാന്നിധ്യം, ജപമാല ഒരിക്കലും മുടക്കില്ലാത്ത മകളെന്നാണ് പറയുക. താൻ ജപമാല പ്രാർത്ഥന താൻ പഠിച്ചത് മുതൽ, അത് തൻ്റെ ചെറുപ്പം മുതൽ താൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജപമാലയിലൂടെ അമ്മ ഈ മകളെ ചേർത്ത് പിടിക്കുന്ന, ഈ മകളെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു അനുഭവമാണ് ഈ മകൾക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടിക്ക് മുൻപും അമ്മയുടെ സ്നേഹം, താൻ വാത്സല്യം താൻ അനുഭവിക്കുവാനിടയായതും പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടിക്ക് ശേഷം തനിക്ക് കിട്ടിയ കൃപകളുമെല്ലാം നന്ദിയോടെ ഓർത്ത് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന ആതിരയോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.